നമ്മൾ അഞ്ചിരുള്ളി മുനമ്പിലോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണേ. അതേ ഇവിടെ വന്നപ്പോഴേക്ക് ഒരു അടിപൊളി കാഴ്ചകളെ കാണിക്കാം. നോക്കിക്ക്, ഒരു വലിയ മരത്തിൻ്റെ തടി നോക്കിക്ക്, ചുറ്റിപ്പിണിഞ്ഞ് കിടക്കണം നോക്കി, കണ്ടോ. ഇവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നോക്കിക്കേ, കിട്ടില്ല സ്ഥലം. ഹായ്, ടിജോയാണ്. നമ്മളിന്ന് പോകുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചാർവഞ്ചി സ്ഥിതി ചെയ്യുന്ന അഞ്ചിരുള്ളി മുനമ്പിലേക്കാണ്. അധികമാരി എക്സ്പ്ലോർ ചെയ്യാത്ത ഈ മനോഹരമായ സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് ബ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കട്ടപ്പന കുട്ടിക്കാനം റൂട്ടിൽ കാഞ്ചാർ സ്ഥലത്താണ്. കാഞ്ചാർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഈ വഴിക്കാണ് നമ്മൾ മുനമ്പ് ഇക്കോ ടൂറിസമായിട്ടുള്ള ആ സ്ഥലത്തേക്ക് അഞ്ചിരുള്ളി മുനമ്പിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് യാത്ര ചെയ്യാം. 2 കിലോമീറ്റർ ദൂരമാണ് അങ്ങോട്ടുള്ളത് കേട്ടോ. ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യം നിക്ഷേപിക്കാൻ പാടില്ല. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടോ നല്ല അങ്ങോട്ട് കയറിയ കാടിൻ്റെ ഫീലായി. ഇവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഫോറസ്റ്റ് സ്റ്റേഷൻ കാഞ്ചിയാർ. വഴി അല്ലേ റീച്ചിലെ മോശമൊന്നും. വഴി ടാർ ചെയ്യാന്നാണ് ഇവിടെ. ഇനി ഇവിടെ നക്ഷത്രവനം ഒക്കെ ഉണ്ട് കേട്ടോ. നക്ഷത്രവനം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നതിനാ, അതായത് നമ്മുടെ ഓരോ നക്ഷത്രങ്ങളില്ലേ, അശ്വതി, ഭരണി, കാർത്തിക, അപ്പൊ ആ പേരില് ഓരോ എന്താ പറയുക വൃക്ഷങ്ങള് ആ നക്ഷത്രത്തിന്റെ പേരിലാണ് നക്ഷത്രവനം എന്ന് പറഞ്ഞാൽ. അല്ല നമ്മള് സ്റ്റാർ ഉള്ള വനമല്ല. 27 തരം വൃക്ഷങ്ങൾ കാണുമോ? 27 തരം. എല്ലാ എവിടെ ചെന്ന് കഴിഞ്ഞാലും നക്ഷത്രവനം ഒന്ന് കാണാം. നല്ല തണുത്തൊരു കാലാവസ്ഥ കേട്ടോ. ഫോറസ്റ്റ് ഏരിയ ആയില്ലേ. ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി ഇവിടുന്ന് 8-10 കിലോമീറ്റർ ഉള്ളൂ. റെസിഡൻഷ്യൽ ഏരിയകൾ. ഒരു ഇങ്ങോട്ട് ഈ വഴിക്ക് ഇവിടെ ബോർഡ് കണ്ടോ. ഈ 1 കിലോമീറ്റർ കൂടെ ഉണ്ട്. മുനമ്പ് ഇക്കോ ടൂറിസം. 1 കിലോമീറ്റർ. ഈ മുനമ്പ് ഫേമസ് ആയിട്ട് അധികം നാളായില്ല തോന്നുന്നു. ഇല്ലില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നൂറ്റാണ്ട് മുമ്പേ ഉള്ള സ്ഥലങ്ങളാണ്. പണ്ടൊക്കെ അവിടെ ജനവാസം ഉണ്ടായെന്ന് പറയപ്പെടുന്നു. അവിടെ വലിയൊരു ശില ഒക്കെ കാണാം, നീട്ടത്തിലുള്ള വലിയ കല്ലൊക്കെ. പണ്ട് പ്രവേശന ഫീസ് ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇല്ല, പണ്ട് കാലത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതായത് 1 വർഷം മുമ്പ് ആൾക്കാർക്ക് ചുമ്മാ കയറി പോകായിരുന്നു. അപ്പൊ അതിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടേ അവരെ തുടങ്ങി. ഇവിടെയുള്ള ആൾക്കാർ തന്നെ മുൻകൈ എടുത്ത് ചെയ്ത വനംവകുപ്പിന്റെ രീതിയിൽ ഫോറസ്റ്റുകാർ ചെയ്യുന്നതാണ്. ഇവിടുത്തെ കുറെ ഗാർഡുമാരുണ്ട് കേട്ടോ. അതിൽ ഇവിടെയുള്ള ആൾക്കാരാണ്. കാരണം വെച്ച് കഴിഞ്ഞാലേ അവിടെ പണ്ടെന്തോ ഈ ആള് കണക്കിലൊക്കെ സ്ഥലമായതുകൊണ്ടേ ഈ എന്നാ പറയണേ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള നാട്ടുകാർ മുൻകൈ എടുത്താണ് ഇപ്പൊ ഈ നമ്മൾ ഈ പറഞ്ഞ സംഭവം. ഇവിടെയാണ് ഇപ്പൊ കപ്പക്കാലത്തും അതായില്ലേ. ഒളിപ്പൂടി കപ്പക്കാലം ഉണ്ടെന്നത്. ഇവിടെ ഒരു ക്ഷേത്രം, ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഈ വഴിയും കൂടെ നന്നാകുവാണെങ്കിൽ അടിപൊളിയാലേ. ഇന്ന് ഇപ്പം ക്രിസ്മസ് സീസണൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമാണ്. അടുത്ത സീസൺ ആകുമ്പോഴത്തേക്ക് റെഡിയാവും. വലിയ മലനിരകൾ നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നത് കല്യാണത്തണ്ട് മലനിരകളായിരിക്കും. ഈ കല്യാണത്തണ്ട് മലനിരകളുടെ അടിവശത്താണല്ലോ അഞ്ചിരുള്ളി ടണൽ സ്ഥിതി ചെയ്യുന്നത്. സ്ഥലത്തെത്തി കേട്ടോ. വണ്ടിക്കകത്തോട് കയറ്റി വിടുവോ? വണ്ടിക്ക് കുറച്ച് വണ്ടികളുണ്ട്. വണ്ടിക്ക് ബസ്സൊന്നുമില്ല. ഈ വഴിയകത്തേക്ക് കയറണം. ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. അപ്പം താഴോട്ട് ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇത് മുനമ്പ് ഇക്കോ ടൂറിസം. മുനമ്പോ അല്ല, മുനമ്പ് ഇക്കോ ടൂറിസം. 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനമുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകണേ. 2 ഗൂഗിൾ പേ. മുനമ്പ് ഇക്കോ ടൂറിസം. ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ വഴിക്ക് നമുക്കൊരു 900 മീറ്റർ നടക്കണമല്ലോ ദിലീപ് ബ്രോ. 900 1 കിലോമീറ്റർ ഓടിയോ? അതെ, 1 കിലോമീറ്റർ താഴോട്ട് നടന്നു പോകണം. ഇല്ലൊരു അല്ലേ, ഇവിടെ നോക്കി ഒരു ചെറിയ സ്പീഡ് ബോട്ടിൻ്റെ ഒരു ഭാഗങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതിനും പോകുന്നുണ്ടോ? ഞാൻ വന്നിട്ടില്ല. ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. 1 വർഷം വരുവാണെങ്കിൽ നമുക്ക് പാസൊന്നും കൊടുക്കണ്ടായിരുന്നു. ഇപ്പൊ 40 രൂപ. സ്കൂട്ടറോ ബൈക്കൊക്കെ ആണെങ്കിൽ 10 രൂപ അങ്ങനെ ചാർജ് ഉണ്ട്. ഇപ്പം 2 പേര് പോകണമെങ്കിൽ 90 രൂപ ചാർജ്. 90 രൂപ.
കാറും കൊണ്ടൊക്കെ വന്നാൽ എത്ര 40 രൂപ 50 രൂപ. കാറിന് 20 രൂപ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ 1 വർഷം പോരുവാണെങ്കിൽ നമുക്കൊന്നും കൊടുക്കണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് പോയായിരുന്നു. അപ്പോൾ ഇവിടെ താഴെയും കാടുമാരുണ്ട് കേട്ടോ. നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടി താഴെ ആൾക്കാരുണ്ട്. ഈ സ്ഥലമൊക്കെ ഒന്ന് വിസിറ്റ് വരട്ടെ അല്ലേ? ഇങ്ങനെ നടക്കുന്നത് നല്ലത്. ഏത് വഴിയൊക്കെ? വഴിക്ക് ഇങ്ങനെ നടക്കണം, അങ്ങനെ ഒരു പോകാനുള്ളൊരു ഇതുള്ളൂ. സുരക്ഷ വേണമല്ലോ, കാരണം വെള്ളമൊക്കെ അല്ലേ. അപ്പം ആൾക്കാർ ശ്രദ്ധിക്കണ്ടേ. അതിനൊരു നിയന്ത്രണം ഉണ്ടാവും. സൗകര്യം കൂടി കഴിഞ്ഞാലേ ടാറിട്ട റോഡൊക്കെ വന്നു കഴിയുമ്പോൾ മൂന്നാറിലെ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന അവസ്ഥയാവും. മൂന്നാറ് മറ്റേ ആനച്ചാലല്ലേ, അതൊക്കെ നിന്ന് പോയില്ലേ? അത് കൂട്ടി അവിടെ മറ്റേ ഭയങ്കര സംഭവം ആയിരുന്നു കേട്ടോ. ഉള്ളതിൽ വെച്ച ഏറ്റവും ഡേഞ്ചറസ് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു അത്. അതുപോലെ സ്കൈ ഡൈനിങ് വന്നിട്ട് അത് നിന്ന് പോയില്ലേ? അത് നിർത്തി കളഞ്ഞു. ഇവിടെയുള്ള ആൾക്കാർ ഒന്ന് എൻജോയ് ചെയ്തോണ്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു, അതെല്ലാം പോയി. അതൊക്കെ ഏതെങ്കിലും ആൾക്കാർ വരും കാണിക്കും, ഇങ്ങനെ വൈറലാവും. പിന്നെ ആ നാട്ടുകാരുടെ ഫ്രീഡം പോകും. ഈ മൂന്നാറിലും വാഗമണിലുള്ള ആൾക്കാരുടെ അവസ്ഥ ശരിയാ. താഴെ വെള്ളം ഒഴുകുന്ന സൗണ്ട് കേട്ടോ കേട്ടോ. ഒരു തണുത്തൊരു അന്തരീക്ഷം അല്ലേ? ഇവിടെ തന്നെ റിബണൊക്കെ കെട്ടി വെച്ചാൽ ആ വഴിക്കല്ല, ഈ വഴിക്കാണ് പോകേണ്ടത്. ഈ വഴി അങ്ങനെയാണോ? ഇതെല്ലാം കാട്ടുപ്രദേശങ്ങളാന്ന് തോന്നുന്നു. കാടിന്റെയായ അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറാതിരിക്കാൻ വേണ്ടിയാ റിബൺ കെട്ടി വെച്ചാൽ. അത് തന്നെ വഴി. ബോർഡ് ചെറിയൊരു കെട്ടിത്തൂക്കിയിട്ടുണ്ട്, റിബണൊക്കെ ആയിട്ടെ. കാടിനുള്ളിലേക്ക് പ്രവേശനം കർശനമായി നിർവഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ബോർഡ് നമുക്ക് തൂക്കിടക്കുന്നതാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊന്നും പോണ്ട, നമുക്ക് നേരായുള്ള വഴിക്കൂടെ മാത്രം പോയാൽ മതി. ആരും ഇല്ലേ താഴെ എല്ലാരും? താഴെ എല്ലാരും അവിടെ കുറെ വണ്ടി കിടപ്പുണ്ടായിരുന്നല്ലോ അല്ലേ? അതെ, പണ്ട് കാലത്ത് ആൾക്കാരോട് ഇറങ്ങിനൊക്കെ വന്നിട്ട് സ്ഥലമായിരിക്കും. വിറക് വെട്ടാനും പുല്ല് വെട്ടാനും. പിന്നെ ആൾക്കാർക്ക് ഒരു നേരം പോക്കിന്. പിന്നെ ഞാൻ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. 900 മീറ്റർ അല്ലേ? ഇത് നമുക്ക് താട്ടിറങ്ങി പോകുന്ന വഴിക്ക് ഇത് ഡാം കാണാം കേട്ടോ. നമ്മൾ ഇച്ചിരി മുമ്പേ വെള്ളം ചാടുന്ന സൗണ്ട് കേട്ടോ എവിടെയായിരുന്നു? അത് അഞ്ചുരുൾ ടണലിൽ നിന്നായിരിക്കും. ആളുകൾ താഴെ പോകാതിരിക്കാൻ വേണ്ടി കൈവരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു ഇറക്കപ്രദേശം അല്ലേ? അഞ്ചുരുളി, ശരിക്കും അഞ്ചുരുളി കമഴ്ത്തി പോലെയാണ് ഇതിനെന്നാണ് പറയപ്പെടുന്നത്. ഇടുക്കി ഡാം വന്നപ്പോഴേക്കും എന്തൊക്കെ സംഭവങ്ങളോട് നിന്ന് മാറി മറിഞ്ഞല്ലേ? ആൾക്കാർ പോയി കാണും. അയ്യോ, ഇതിന് കുത്തർക്കമാണോ? ഇല്ലി സെറ്റാക്കിയിട്ട് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി വെച്ചേക്കും. എല്ലാം വേരുകൾ ഒരുപാടുണ്ടല്ലേ? ഇതൊരു വലിയ മരമാണേ, കണ്ടോ? അത് ഒരു മരമാണോ 2 മരമാണോ? കൂട്ടി ചോദിച്ചു പോയി കേട്ടോ. ഒരു അടിപൊളി കാഴ്ചകളെ കാണിക്കാം. ഒരു വലിയ മരത്തിന്റെ തടി നോക്കിക്കേ, ചുറ്റിപ്പിണിഞ്ഞ് നടക്കണം നോക്കി, കണ്ടോ? ഇവിടെയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നോക്കിക്കേ, കിട്ടില്ല സ്ഥലം. നല്ല തണുത്ത കാറ്റൊക്കെ വീശി, ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇടുക്കി ഡാം കണ്ടോ? ഇത് ഒരു ചുറ്റിപ്പണിഞ്ഞ് വള്ളി പോലെ മരം കിടക്കുന്നത് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലം. അങ്ങനെ നമ്മൾ അഞ്ചുരുളി മുനമ്പിലെത്തി കേട്ടോ. ഇതേ ഈ മുനമ്പിൻ്റെ ഇരു സൈഡുകളും നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുന്നേ. കണ്ടോ, എന്തു മനോഹരമായ കാഴ്ചകളല്ലേ. ഇതിവിടെ ഒരു വള്ളം നിർത്തിയിട്ടാക്കുന്നു. അതിൽ വലയും കുപ്പികളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ വേരെല്ലാം നന്നായിട്ട് തെളിഞ്ഞാ നിൽക്കുന്നത്. അവിടെ എല്ലാം ഇത് മണ്ണെടുത്ത് പോയി കേട്ടോ. വെള്ളം നമുക്ക് ഇരിക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഇത് അങ്ങ് അതിൽ കാണുന്നതാണ് അഞ്ചുരുളി ടണൽ. ആൾക്കാർ ഇറങ്ങിപ്പോയിരിക്കും വേണ്ടി റിബണൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്.
കല്യാണത്തണ്ട് മലനിരകൾ. അഞ്ചുരുളി മുനമ്പിൽ എത്തിട്ടോ. ഓഫ് കോഴ്സ്. എങ്ങനെയുണ്ട് സ്ഥലമൊക്കെ? ഇടിവെട്ട സ്ഥലം കേട്ടോ. എനിക്ക് അവിടെ 2 പാറകൾ പൊങ്ങിക്കുന്നുണ്ടോ. നമ്മൾ ഇവിടെ കിടന്നിട്ട് ഈ സാധനമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ രക്ഷയില്ലാത്ത സ്ഥലം. ഒരു തവണയിലും വന്ന് കണ്ട സ്ഥലമാണ്. ഒരു തവണയല്ല 10 തവണ വന്നാലും കുഴപ്പമില്ല. അതല്ലേ വൈകിട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലതല്ലേ. രാവിലെ വരണം. സമയം കൂട്ടി വരുവാണെങ്കിൽ അടിപൊളി സ്ഥലം. ഇടുക്കി ഡാമിൽ വെള്ളം ഉയർന്നു കഴിയുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വെള്ളം കയറി ഇങ്ങനെ മൂടിക്കിടക്കും. ഇത് അഞ്ചുരുളി ടണലിന്റെ അവിടെ നോക്കി തുരുത്ത് കാണാമോ? തുരുത്ത് കാണാൻ ചിലപ്പോൾ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നുന്നല്ലോ അല്ലേ? വെള്ളമുണ്ട്, നല്ല വെള്ളമുണ്ട്. ഇവിടെ 1-2 ഗാർഡുമാരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ. അവരെ ഇവർക്കുള്ള നിർദ്ദേശങ്ങൾ തരും. നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പം വെള്ളത്തിൽ ഇറങ്ങരുത് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇല്ല, പണ്ട് വെള്ളമില്ലായിരുന്നു നമുക്ക് ഇവിടെ കയറായിരുന്നു. ഇതുണ്ടോ പഴയ ശിലാശേഷിപ്പുകളുണ്ടോ? ഇത് പഴയ വൈരമണിയുടെ ബാക്കിയാണോ? ഇവിടെയൊക്കെ പണ്ട് ജനവാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ കേട്ടോ. വർഷങ്ങൾക്കും അതായത് നൂറ്റാണ്ടുകൾക്കും മുമ്പ് ഒരു ജനവാസം ഉണ്ടായിരുന്നതാണ്. ഇതുണ്ടോ പാറ? ഇതുണ്ടോ? ഇത് കണ്ടോ? പിന്നെ വലിയ പാറയാണെങ്കിൽ ശിലാപ്പാളി. ഇവിടെ ഗാർഡുമാർക്ക് ഇരിപ്പുണ്ടേ. ശിലാപാളികൾ കണ്ടോ? ഇവിടെ ഇങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. നമ്മളെക്കാളും വലിയ ശിലാപാളി. ഇതെന്നാ വ്യൂ അല്ലേ? അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അല്ല, ഇതെങ്ങനെയൊക്കെ ഇവിടെ നടന്നതല്ലേ? ഇതെന്താ സംഭവമായിരിക്കും? ഇല്ലത് ഈ പഴയ മുനിയറലിന്റെ ബാക്കി പത്രമല്ലോ ആണോ? പഴയ നിർമ്മാണത്തിന്റെ വല്ലതും ബാക്കിയായിരിക്കും. എനിക്കൊന്നുമില്ല മുനിയറയുടെ അങ്ങനെ. ഇതൊക്കെ ഇതിന്റെ ഷേപ്പ് ഒക്കെ ഉണ്ടോ? നല്ല പരന്ന കല്ലല്ലേ? അല്ല, ഇത്രയും ആഴമുള്ള ഡാമിനകത്ത് ഇത്രയും പൊക്കത്തിലല്ലേ? ഇതൊക്കെ സംഭവം അല്ലേ? ഒന്നും പറയാനില്ല. പ്രകൃതിയുടെ ആണോ മനുഷ്യന്റെ ആണോ? അപ്പൊ ഇതൊക്കെ അന്ന് പൊക്കി എടുത്തിട്ട് മനുഷ്യരൊക്കെ സമ്മതിക്കണം. അവരൊക്കെ എന്തൊരു ആചാനുവാഹുക്കളെന്ന് പറഞ്ഞത്. ഇവിടെ എല്ലാം നമുക്ക് ഈ ഇതിന്റെ ബാക്കി എവിടെ നടുക്കൊരു തുരുത്തുണ്ടോ? അവിടെ ഉണ്ട് ഒരു തുരുത്ത്. അത് ഏതാ പോലും? അത് നമ്മൾ ഇടുക്കി ഡാമിൽ കൂടെ പോകുമ്പോ കാണുന്നതാണോ? ആയിരിക്കും അത്. അതിനെ ചുറ്റിയായിരിക്കും മറ്റേ ബോട്ട് സർവീസ്. എല്ലാം കല്യാണത്തണ്ട് മലനിരകളാ. അതിന്റെ കാഴ്ചകൾ ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളിയുള്ള കാഴ്ച അല്ലേ? ആ വെള്ളത്തിന്റെ ഒരു നീല കളർ അല്ലേ? ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സത്യത്തിൽ ഇതിനകത്ത് കൊണ്ടുവന്ന് ഡാം പണിയാന്ന് കണ്ടുപിടിച്ചവനാണ് അവാർഡ് കൊടുക്കേണ്ടത്. ഇത് അവിടെ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത് ചെറിയ ചാട്ടം. അപ്പോൾ അതേ നമ്മൾ അഞ്ചുരുളി മുനമ്പിലെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. ഇവിടെയൊക്കെ വലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ വലയിടാനുള്ള അവകാശം ആദിവാസികൾക്കാണ്. അവർ ഇവരുടെ വള്ളത്തിലൂടെയൊക്കെ പോയി വലയിട്ട് മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ട വള്ളമൊക്കെ ഇല്ലേ, അവർ മീൻ പിടിക്കുന്ന വള്ളമാണ് ഇതൊക്കെ. അപ്പോൾ ആശാൻ എങ്ങനെയുണ്ട് നമ്മുടെ അഞ്ചുരുളി മുനമ്പം? അഞ്ചുരുളി മുനമ്പ് വന്നാൽ കാണാൻ ഇതുപോലെ അടിപൊളി സ്ഥലം, എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം കേട്ടോ. വൈകുന്നേരം ഒക്കെ വരണം. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി ഉച്ചയായി പോയല്ലേ? ഇപ്പൊ നട്ടുച്ചയായി. എന്നാലും ഇവിടെ വന്ന അടിപൊളി സ്ഥലം. ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോൾ അസ്തമയമൊക്കെ കണ്ട് അടിപൊളിയായിട്ട് തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് തിരിച്ചു കയറി പോകാം. 5 മണി വരെ സമയമുള്ളൂ ഇവിടെ. അല്ല, ഒരു 5 മണി കണക്കൂട്ടി ഇവിടുന്ന് ഇറങ്ങുന്ന രീതിയിൽ വരുവാണെങ്കിൽ സൂപ്പർ സ്ഥലം കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് മടങ്ങാം. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് വീക്കെൻഡ് ഒക്കെ ചെലവഴിക്കാൻ പറ്റുന്ന സ്ഥലമല്ലേ? ഒരിക്കലും ഇതിനേക്കാളും മികച്ച സ്ഥലം വേറെ ഉണ്ടോന്ന് വേണം നോക്കിയാൽ പോലും കാണിയാല. അതെയോ? കാരണം ഡാമിന്റെ നടുക്ക് നിന്ന് ഇങ്ങനെ വ്യൂ കാണാൻ പറ്റുന്ന നമ്മുടെ ഇരു സൈഡുകളിലും വെള്ളം ഇങ്ങനെ നിറഞ്ഞു. ഇടുക്കി ഡാമിന്റെ നടുക്ക് വന്ന് നിന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു സ്ഥലം വേറെ ഇല്ല. അല്ല, പിന്നെ ബോട്ടിങ്ങിനൊക്കെ പോകണം. ഇടുക്കി ഡാമിൽ ബോട്ടിങ്ങിന് പോകണം. ഇതിപ്പം ചുറ്റോടി ചുറ്റും നമ്മൾ വന്ന വഴി മാത്രമേ വെള്ളമില്ലായുള്ളൂ. ബാക്കി ചുറ്റോടി ചുറ്റും വെള്ളം കയറി കിടക്കും. ഒരു ഐലൻഡിൽ നമ്മൾ ഇരിക്കുന്നത്. അവിടെയും കാണാം ഒരു തുരുത്ത്. അവിടെ ഒരു തുരുത്തുണ്ട് ഡാമിന് നടുക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയുടെ വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ.